ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു ദിവസം കൂടെ ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും, ദൈവത്തെ മഹത്വപ്പെടുത്താം. നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശമാകുന്നു എന്ന തിരുവെഴുത്തിൻ പ്രകാരം വചനം നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും നമ്മൾ ഹൃദയസ്ഥമാക്കുകയും ചെയ്യുമ്പോഴൊക്കെയും നമുക്ക് ജീവനാണ്. ജീവൻ വെളിച്ചമായിരുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്ത് വായിക്കുന്നുണ്ട്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചമായി നമ്മുടെ പാതകൾക്കെല്ലാം പ്രകാശമായി. നമ്മൾ നല്ല ദിവ്യമായ ആലോചന ഞാൻ നിന്നെ ഉപദേശിച്ച് ഞാൻ ദിനമേ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞത് ദൈവം കാലത്തും ഏറ്റവും അധികം ആലോചന നൽകുന്നത് തിരുവെഴുത്തുകളിൽ കൂടിയാണ്. ദൈവഹിതം, ദൈവത്തിൻ്റെ മനസ്സ് എന്തെന്ന് നമുക്ക് മനസ്സിലാകുന്ന തിരുവെഴുത്തുകൾ ധ്യാനിക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, അത് നമ്മൾ ഹൃദ്യസ്ഥമാക്കുമ്പോൾ, അത് നമ്മളോട് സംഭാഷിക്കും. അത് നമ്മൾക്ക് ആ ദിശ നമുക്ക് മനസ്സിലാക്കി തരും. ദൈവ ഇഷ്ടം എന്താണ് നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. 105-ാം സങ്കീർത്തനം നാം ഇന്നലെ നിർത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ദൈവഹിതം പോലെ ദൈവം അത് തുടർന്നും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ ഇന്നലെ ഒരു വാക്യത്തിൽ തന്നെ അതിൻ്റെ കുറച്ച് വിസ്തൃതമായ കുറച്ച് വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയി. ഇന്ന് നമ്മൾ അതിനോട് തുടർന്നുള്ള വാക്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ധ്യാനിക്കാം. 105-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയായിരുന്നു. അവർ വെള്ളിയോടും പൊന്നോടും കൂടെ പുറപ്പെടുവിച്ചവിടെ ഗോത്രങ്ങളിൽ ബലഹീനം ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടു. അവർ പുറപ്പെട്ടപ്പോൾ മിസ്രയീം സന്തോഷിച്ചു, അവരെയുള്ള പേടി അവിടെ വീഴുവേണ്ടിയിരുന്നു. അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. അവൻ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു. ഇവിടെ നമ്മൾ കാണുകയാണ്, അവർ പുറപ്പെട്ടപ്പോൾ മിസ്രയീം സന്തോഷിച്ചു. കാരണം ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നും ആ ബാധയിൽ നിന്നൊക്കെ ബാധ തട്ടിയപ്പോൾ അവരെല്ലാം ഭയവികലരായി. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതുപോലെ എല്ലാം ഒരു ഒരു ഇരുള്, പുറമേയുള്ള ഇരുള് മാത്രമല്ല, ഒരു അന്തരംഗത്തിലും ഒരു ഇരുള് ബാധിക്കാനായിട്ട്. എന്നാൽ അതുകൊണ്ട് അവർ ഇസ്രായേൽ ജനം പോയപ്പോൾ അവർ സന്തോഷിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവരെയുള്ള പേടി അവരുടെ മേൽ വീണ്ടിരുന്നു. തുടർന്നും മുമ്പോട്ടുള്ള പ്രയാണത്തിലൊക്കെ പല ജാതികളും, പല നേഷൻസ്, പല രാജ്യങ്ങളും ദേശങ്ങളും ഇവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഭയമായി മാറുകയാണ്. കാരണം ഇവരോടുകൂടി ദൈവമുണ്ട് എന്നുള്ളതായ ഒരു അത് വ്യക്തമായിട്ട് അവർ മറ്റുള്ളവർ ദർശിക്കുകയാണ്, ദൈവം കൂടെയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് ഒരു ഭയം നേരിടുകയാണ്. അതുകൊണ്ട് അവിടെ പറയാതെ ദൈവികമായ ഒരു പദ്ധതി തന്നെയാണ്. അവരെയുള്ള പേര് അവിടെ വീണിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ കാണുകയാണ്. ഈ 39-ാമത്തെ വാക്യം, തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. അവർ ചോദിച്ചപ്പോഴും കാടകളെ കൊടുത്തു, സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി. തണലിന് മേഘം, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. ഈ മരുഭൂമി യാത്രയിൽ ചുട്ടുപൊള്ളുന്ന ആ വെയിലിൽ ഒരു മേഘം, അത് അവർക്ക് പ്രത്യക്ഷമായ അത് മനസ്സിലാകുന്നത്, അത് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുകയാണ്. ഈ മേഘം അത് ദൈവത്തിൻ്റെ കരുതലാണ്, ദൈവം അത് തന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. ദൈവത്തിൻ്റെ വഴി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭുജം അവർക്ക് വെളിപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവരിലെ പലപ്പോഴും അവിശ്വാസികളായ കഠിനഹൃദയന്മാരായി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവർക്ക് വിട്ടുപോകുന്നതിനെക്കുറിച്ചുള്ളതായ ആ ഒരു അതിനോട് ഉള്ളതായ അറ്റാച്ച്മെൻറ്റ് അതായിരിക്കാം, മിസ്രയീമിനുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം അവർക്ക് ഈ മരുഭൂമിയിലെ ഈ വിധമായ കാര്യങ്ങളൊന്നും. അത് എത്ര മനോഹരമായിരിക്കും, പകലിൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായി വഴി നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ആശ്ചര്യമല്ലേ, ഒരു അതിശയമല്ലേ. എന്തെല്ലാം അതിശയങ്ങളും അത്ഭുതങ്ങളും ഒക്കെയാണ് കാണുന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ചാരുന്നതിന് പകരം ഇല്ലായ്മകളും വല്ലായ്മകളും പറഞ്ഞുകൊണ്ട് അവർ കുറ്റപ്പെടുത്തുന്ന, പിറുപിറുക്കുന്ന ഒരു ജനമായിട്ട് മാറുകയാണ്. പിറുപിറുപ്പ് വലിയൊരു തെറ്റായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അവർ കൂടാരങ്ങളിൽ പിറുപിറുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ദൈവത്തിന് അനിഷ്ടമായി പിറുപിറുക്കുന്ന ഒരിത്.
അതുകൊണ്ട് പിറുപിറുപ്പും വാദവും കലഹവും അതെല്ലാം നമ്മെ വിട്ട് അകന്നിരിക്കണമെന്നാണ് പറയുന്നത്. എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കാൻ പറയുന്നതാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖകരമായ സംഗതികൾ വരുമ്പോഴും ദൈവത്തെ സ്തുതിക്കാനായിട്ട് വരണം. വേദന വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഒക്കെ എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം എന്ന് പറയാനായിട്ട് പറ്റണം. അപ്പോൾ അതൊരു നല്ലൊരിതാണ്. അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്തോത്രം ഇല്ലെങ്കിൽ അവിടെ പരിഭവം വന്നേക്കാം. എന്നാൽ ഈ സ്തോത്രം പറയുമ്പോൾ ഈ പരിഭവത്തിന് നമ്മുടെ മേലുള്ള ശക്തി അയഞ്ഞു പോവുകയാണ്, ശക്തി ഇല്ലാതായി പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം, ആന്തരികമായൊരു സ്വാതന്ത്ര്യം ഈ സകലത്തിനും സ്തോത്രം ചെയ്യുവാൻ ഇടയായിത്തീരുന്ന അവസരത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. രാത്രിയിൽ വെളിച്ചത്തിനായി തീർന്നിരുത്തി അഗ്നിത്തൂണായിട്ട് ദൈവം വഴി നടത്തിയത്. അഗ്നിത്തൂണ് ഇപ്പോൾ ഈ മരുഭൂമിയിൽ പകല് നല്ല വെയിലാണെങ്കിൽ രാത്രി അതിശൈത്യമായിരിക്കും എന്ന് പറയുന്നത്. തണുപ്പ് ഭയങ്കരമായിരിക്കും എന്ന് പറയുന്നത്. ചില സമയത്തൊക്കെയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും, പക്ഷെ പകൽ അതുപോലെ ചൂടായിരിക്കും എന്ന് പറയുന്നത്. പകലിൽ മേഘസ്തംഭം, രാത്രി ഒരു വെളിച്ചം മാത്രമല്ല. ഇപ്പോൾ ചന്ദ്രൻ്റെ ശോഭയുണ്ടെങ്കിൽ ചന്ദ്രന് നല്ലപോലെ ശോഭ കൊടുത്താൽ രാത്രിത്തെ ഇരുട്ട് മാറ്റുന്ന അതല്ല ദൈവിക ഉദ്ദേശം. മറിച്ച് അവർക്ക് ചൂട് നൽകുക. ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. ഒരു പക്ഷി അതിൻ്റെ ചിറക് കുട പോലെ വിടർത്തി കുഞ്ഞുങ്ങളെ അതിൻ്റെ കീഴിൽ സൂക്ഷിക്കുകയാണ്. ഒരു പ്രകൃതിയിലെ ഒരു സംരക്ഷണത്തിന് ദൈവം എടുത്തിരിക്കുന്ന ഒരു കരുതലിൻ്റെ മനസ്സാണത്. അപ്പോൾ അതിനൊക്കെ സൃഷ്ടിച്ച ദൈവം ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ എന്ത് തീ തൂണായിട്ട്, അഗ്നിത്തൂൺ എന്ത് ചെയ്യും? ചൂട് പകരുക. ഇങ്ങനെ സെൻട്രലൈസ്ഡ് AC പോലെ ചൂട് പകരം ഇങ്ങനെ എല്ലായിടും. ഇവർക്ക് ആ മരുഭൂമിയിൽ രാത്രി അതിശൈത്യമൊന്നും ബാധിക്കാതെ വാമായിട്ട് നല്ല ചൂടായിട്ട് ദൈവം കൊണ്ടുപോവുകയാണ്. ഇത്ര കരുതലോടുകൂടിയാണ് ദൈവം കൊണ്ടുപോകുന്നത്. ഇനി അവർ ചോദിച്ചപ്പോൾ കാടകളെ കൊടുത്തു, സ്വർഗീയ ഭോജനം കൊണ്ടും അവർക്ക് തൃപ്തി വരുത്തി. പക്ഷേ ഈ ജനം ദുരാഗ്രഹികളായിട്ട് മാറിയെന്ന് പറയാം. ദുരാഗ്രഹികൾ തങ്ങളുടെ വിശപ്പിന് ഇറച്ചി ചോദിച്ചു, അപ്പം തന്നു, ഇറച്ചി തരാൻ പറ്റുമോ? ഓരോന്ന് വെള്ളം കൂടെ തരാൻ പറ്റത്തില്ലായിരുന്നു. ഓരോന്ന് പറഞ്ഞ് പെറുപിറുക്കിയാണ്. എന്നാൽ അതൊക്കെ നല്ലൊരാവശ്യമായിട്ട് പറഞ്ഞ് ദൈവത്തോട് ചോദിക്കുന്നതിന് പകരം ഒരു കലഹജനമായിട്ട് മാറുക, കലഹിക്കുന്ന ജനങ്ങളായിട്ട് മാറുകയാണ്. അതിനവരെ പ്രേരിപ്പിക്കാൻ കുറച്ച് ലീഡേഴ്സ് 250 പേര് കൂടുകയാണ്. നമ്മൾ കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ പേരിലും കോരകും മറ്റും ലീഡറായിട്ട് ഏകദേശം 250 പേര് റിബല്ലിയാസായിട്ട്. അവർ ഈ ഓരോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് വേർഡ്സ്, നെഗറ്റീവ് ആശയങ്ങൾ അതിങ്ങനെ പരത്തും. അത് അർബുദവ്യാധി പോലെ അതിങ്ങനെ വ്യാപരിക്കുമെന്നാണ് പറയുന്നത്. ഇത് തിമോഥെയോസിനകത്ത് പറയുന്നുണ്ട്. അവരുടെ ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ടുള്ള വാക്കുകളെല്ലാം എല്ലാ ജനങ്ങളിലേക്കും അത് പകരുക, കുറ്റം പറയാം. നന്മ പറഞ്ഞാൽ നന്മ പകരും. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് നല്ലതായിട്ട് പകരും. എന്നാൽ നല്ലത് പകരാൻ സ്പ്രെഡ് ചെയ്യാൻ വിഷമമാണ്. പക്ഷെ ഇവിടെ ഈ പിറുപിറുപ്പിൻ്റെ അല്ലെങ്കിൽ എതിർപ്പിൻ്റെ വാദങ്ങൾ വരുമ്പോൾ അതും ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. അങ്ങനെ ജനം ഒരു ദുരാഗ്രഹികളായിട്ട് മാറി. ദൈവം സകലതും അവർക്ക് കൊടുത്തേനെ. ഈ കൊടുത്തപ്പോഴെല്ലാം അതൊരു സന്തോഷത്തോടു കൂടിയല്ല. കാരണം അവർ പിറുപിറുത്ത് ദൈവത്തെ അവിശ്വസിച്ച് കേവലം ദൈവത്തെ ഒരു സ്നേഹമില്ല അവർക്ക്. അവിടെ ദൈവത്തിൻ്റെ കൽപ്പന പറയുമ്പോൾ ഒന്നാമത് ദൈവം പറയുന്നത് എന്താണ്? നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. സ്നേഹമില്ലാതെ എന്തോ ഇവരും വിളിച്ചുകൊണ്ട് വന്നു ദൈവം എല്ലാം തരണം, ഒരു നടത്തിപ്പുകാരനെ പോലെ, ഒരു കാവൽക്കാരനെ പോലെ അങ്ങനെയൊക്കെ ദൈവത്തെ കാണാൻ സാധിക്കും. എങ്ങനെയാണ്? അങ്ങനെയല്ല. ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കാത്തുകൊള്ളണേ എല്ലാവരും കാത്തുകൊള്ളണേ. പക്ഷെ ദൈവം പറഞ്ഞെന്താ അറിയത്തില്ല. അതൊരു പ്രൊട്ടക്ഷൻ മാത്രം, ഒരു വാച്ചറിൻ്റെ അളവിലേക്ക് ദൈവത്തെ താഴ്ത്തുന്ന ജനങ്ങളുണ്ട്. ഇന്നും അങ്ങനെയുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കണം, തങ്ങൾക്കൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യങ്ങളിൽ മാത്രം, അതിനുവേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ജനം. എന്നാൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് തരും. പക്ഷെ നമ്മൾക്ക് വേണ്ടതെന്നാണ് ദൈവത്തെ സ്നേഹിക്കുക. പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചിട്ട് പിന്നെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ സമ്മിശ്ര ജാതികൾ ദുരാഗ്രഹികളായി പോയിന്ന് തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുകയാണ് ദൈവം അവർ ചോദിച്ചപ്പോൾ അവർ കാടകളെ കൊടുത്തു, പക്ഷേ അതിൻ്റെ കൂടെ ശിക്ഷയും കൂടെ കൊടുത്തു. കാരണം അവരുടെ ദുരാഗ്രഹമാണ് അതിന് കാരണം. ഇപ്പം മന്ന പെറുക്കാൻ പറഞ്ഞ ഉടനെ പെറുക്കി, പക്ഷേ അന്നത്തെ ദിവസത്തേക്കുള്ളതേ പെറുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് ലംഘിച്ചു പോയി കുറേ കൂടെ കൂടുതൽ പെറുക്കിയവർ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അത് ക്രമിച്ചു പോയതായിട്ട് കാണുന്നുണ്ട്.
എന്നാൽ അതിൻ്റെ തന്നെ ദോഷമാണ്. ഒക്കുമിച്ച് പോയതാണെങ്കിൽ ശാബത്ത് ദിവസം ദൈവം പറഞ്ഞു നാളെ ശാബത്താണ്, അതുകൊണ്ട് നാളത്തേക്കും കൂടെ ഉള്ളതും കൂടെ ഇന്ന് അത് സ്വരൂപിക്കണമെന്ന് പറഞ്ഞു. 2 ദിവസത്തേക്കുള്ളതും കൂടെ അത് സ്വരൂപിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്വരൂപിച്ച് വെച്ചപ്പോൾ അത് ക്രമിച്ചു പോയില്ല എന്ന് പറയാം. അപ്പോൾ ഒരേ ഇതാണ്, മന്ന തന്നെയാണ്, പക്ഷെ അത് ദൈവത്തിൻ്റെ അനുസരണത്തിൽ കൂടെ അതിൽ വരുന്ന മാറ്റങ്ങളാണ്. അതാണ് നമുക്കുള്ളതെല്ലാം ദൈവിക അനുസരണത്തിൽ അതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറും. അത് ദൈവത്തിന് അനുഗ്രഹം ഇല്ലെങ്കിൽ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടുന്ന കാര്യങ്ങൾ തന്നെ അത് ദോഷത്തിന് കാരണമായി തീരും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ പറയാം, അവർ ചോദിച്ചപ്പോഴും കാടുകളെ കൊടുത്തു, സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി. അവൻ പാറയെ പിളർന്നു, വെള്ളം ചാടി പുറപ്പെട്ടു, അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി. അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസൻ അബ്രഹാമിനെയും ഓർത്തു. ഇവിടെ പറയുകയാണ്, സ്വർഗീയ ഭോജനം കൊണ്ട് ദൈവം നടത്തി അവർക്ക് തൃപ്തി വരുത്തി. പാറയെ പിളർന്ന് വെള്ളം ചാടി പുറപ്പെട്ടു. നമ്മൾ നേരത്തേക്ക് ഇത് വായിക്കുമ്പോഴും ഇത്ര ഗഹനമായിട്ട് ചിന്തിച്ചിട്ടില്ല. ഒന്നടിച്ചു, ഒരു പാറയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ പിളർപ്പിൽ നിന്നിങ്ങനെ വന്നു. അങ്ങനെയല്ല, നദിയായി ഒഴുകിയെന്ന് പറയുന്നത്. ഒരു പട്ടാളത്തിൻ്റെ ഒരു കമാൻഡർ, ഒരു ഉന്നത പദവി വഹിച്ചിരുന്ന അദ്ദേഹം ഈ ഇത്രയും സമ്മിശ്ര പുരുഷാരത്തിന് അവർക്ക് വേണ്ടുന്ന ജലത്തിൻ്റെ കണക്കൊക്കെ എടുത്ത് എത്രമാത്രം അത് ഒഴുകി കാണും, ആ നദിയായി ഒഴുകിയെന്ന് പറയുമ്പോൾ എത്ര അതിൻ്റെ കണക്കൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ചെങ്കടലിൽ ഇത്ര പേര് നടന്നു പോകണമെങ്കിൽ എത്ര വിസ്താരത്തിൽ ഒരു വഴി ഒരുക്കേണ്ടി വരുമെന്ന് ഒരു രാത്രി കൊണ്ട് അവർ അക്കരെ കടന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം അളവൊക്കെ കൂട്ടി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച്. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, അവൻ പാറയെ പിളർന്ന് വെള്ളം ചാടി പുറപ്പെട്ടു, ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി. നദിയായിട്ട് ഒഴുകിയാണ് അവരുടെ ആവശ്യത്തിനായി വെള്ളം. അവൻ നിൻ്റെ വിശുദ്ധ വചനത്തെയും നിൻ്റെ ദാസനെ അബ്രഹാമിനെയും ഓർത്തു. ആ നദിയായിട്ട് ഒഴുകുന്ന ഒരു അനുഭവത്തിലേക്ക്, അതൊക്കെ അവർക്ക് കണ്ണുകൊണ്ട് അവർ കാണുകയില്ല ഇതെല്ലാം. എന്നിട്ട് അവർ ദൈവത്തെ അവിശ്വസിക്കുകയാണ്. ദൈവത്തോട് അവർക്കൊരു വിധേയത്വമില്ല, വെറും സ്നേഹമില്ലാത്ത ഒരു ഇത്. അത് എങ്ങനെയായിരിക്കും? അത് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് നമുക്ക് ഒന്നാമത് വേണ്ട ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. ദൈവം നാം സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവമാണ് എല്ലാറ്റിനെയും അതിജീവിക്കാനായിട്ട് പറ്റുന്നത്. അതാണ് തിരുവെഴുത്ത് പറയുന്നത്, നിനക്കെല്ലാം ചെയ്യാം, സ്നേഹമില്ലാതെ എല്ലാം ചെയ്യാമെന്നാണ് പെരുന്തലേഖനത്തിൽ പറയുന്നത്, അല്ലേ? നിനക്കുള്ളതെല്ലാം ദാനം ചെയ്താലും എന്ത് ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല എന്നാണ് പറയുന്നത്, അല്ലേ? പെരുന്തൽക്കെഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചുലമ്പുന്ന കൈത്താളം അത്രേ. പ്രവചനമുണ്ടായിട്ട് മലകളെ നീക്കുവാൻ വിശ്വാസമില്ല, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. എനിക്കുള്ളിൽ അന്നദാനം ചെയ്താലും ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പറയാം. അപ്പോൾ ദൈവസ്നേഹം അത് നമ്മളിൽ നിറയപ്പെടാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ ജനത്തെ മനോഹരമായ വഴി നടത്തിക്കൊണ്ടുവന്നു. അത് കാണുവാൻ അവിടെ ആന്തരിക നിങ്ങൾ തുറക്കാതിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ആകാതെ വണ്ണം അവിടുത്തെ കരുതലും കാവലും തിരിച്ചറിഞ്ഞ് അങ്ങനെ സ്നേഹിപ്പാനും വിധേയപ്പെടുവാനും അവിടുത്തെ ഓരോ അത്ഭുതങ്ങളും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തുവാനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനും അവിടുത്തെ സംഗതി വരുത്തണമേ. പിറുപിറുപ്പും വാദവും കലഹവും ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. അപ്പോൾ ആ നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ദൈവത്തിന് സകലതും സാധ്യമെന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും അവിടുന്ന് മുടക്കുകയില്ലെന്നും അനാവശ്യങ്ങളിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെ നിർവഹിക്കുന്ന ദൈവമാണ് അവിടെ നിന്നുള്ളതിന് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. തന്നെല്ലാ കൃപകൾക്കായ സ്തുതി. തിരുനാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമാറാകണമേ. ആമേൻ. മേലെ നിന്നും വന്നോൻ എന്റെ മേലെഴുത്തു മാറ്റി തന്നോൻ, പാപത്തിൻ ശമ്പളമാം മരണം നിന്നും മേലെഴുത്തു മാറ്റി തന്നോൻ, എൻ പാപത്തിൻ ശിക്ഷ തന്നേലേറ്റെന്നെ വീണ്ടെടുത്ത സ്വർഗസ്നേഹം. കീഴെ നിന്നും വീണ്ടു എൻ തെറ്റി എഴുത്തു മാറ്റി തന്നോൻ, അതിക്രമങ്ങൾ ക്ഷമിച്ചു വിരോധവും പ്രതികൂല